ഇന്നത്തെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 25-26 തീയതി 2 ദിവസങ്ങളായിട്ട് നടന്ന വിഷയങ്ങളാണ്. പ്രധാനമായിട്ടും ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ ജർമ്മനി അവരുടെ പൗരന്മാരെ തിരികെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവബഹലമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. കാരണം അത് വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ലൈം ലൈറ്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഇസ്രായേലിൽ ലഭിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ഊഷ്മളത, പാർട്ട്ണർഷിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെ രണ്ട് നേതാക്കളും പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ എഗ്രിമെൻറ്റുകൾ, ഡിഫൻസ്, ട്രേഡ്, ടെക്നോളജി, അഗ്രികൾച്ചർ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രീതിയിലുള്ള കരാറുകൾ ഇത് നാളെ ആയിരിക്കും സൈൻ ചെയ്യുന്നത്. പിന്നെ പരക്കെ മാധ്യമങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അയൺ ഡോം ടെക്നോളജി ഇന്ത്യയിലേക്ക് കൈമാറുമെന്നും അയൺ ഡോം ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കും എന്നൊക്കെ വാർത്തകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ ഒരു കൺഫർമേഷൻസും കിട്ടിയിട്ടില്ല. നാളെ അഥവാ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതുവരെ അങ്ങനെ അയൺ ഡോം ടെക്നോളജി ഇന്ത്യക്ക് കൈമാറുന്നതായിട്ട് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നോ ഇന്ത്യയുടെ സൈഡിൽ നിന്നോ ഒരു കൺഫർമേഷൻസും കിട്ടിയിട്ടില്ല. ശരിക്കും ഇസ്രായേലിൻ്റെ അഗ്രികൾച്ചർ ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ ഏതാണ്ട് 40ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻ മാതൃകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് 70 അല്ലെങ്കിൽ 100 എണ്ണമായിട്ട് മാറ്റണം. അതിലൂടെ ഇന്ത്യൻ കർഷകർക്ക് കൂടുതൽ ഈ ഇസ്രായേൽ അഗ്രികൾച്ചർ ടെക്നോളജി പകർന്നു കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇത്തവണത്തെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അജണ്ടയിൽ പെടുന്ന കാര്യങ്ങളാണ്. അയൺഡോവുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കോൺഫിഡൻഷ്യലാണ്. ഇസ്രായേലിൻ്റെ സ്കൈ സ്ട്രിംഗ് മിസൈലിൽ താല്പര്യമുണ്ട് എന്നൊക്കെ ഇന്ത്യ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയൺഡോവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ കൺഫേം ആയിട്ട് നമുക്ക് വാർത്തകൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. 2017 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഇസ്രായേൽ സന്ദർശിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതിനെ തുടർന്ന് ഏതാണ്ട് 9 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്തുമ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിലെ കെനസെറ്റ് അഥവാ നെസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവരുടെ പാർലമെന്റിന്റെ ഉള്ളിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നുള്ളൊരു ഖ്യാതിയും പ്രൈം മിനിസ്റ്റർ മോദിക്ക് തന്നെയാണ് സ്വന്തമായിരിക്കുന്നത്. ഈ ഇസ്രായേലിൻ്റെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം അത് വല്ലാത്ത രീതിയിലുള്ള ഒരു ഗൂസ് ബം പ്രസംഗമായിരുന്നു, പ്രത്യേകിച്ചും ഇസ്രായേലികൾക്ക്. കാരണം ഇത്തവണ ഇംഗ്ലീഷിലാണ് പ്രസംഗം നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവതരിപ്പിക്കുന്നത് മാത്രമല്ല, ആ പാർലമെന്റിൽ ഇരിക്കുന്ന മെമ്പേഴ്സിനത് ഡയറക്റ്റായിട്ട് മനസ്സിലാകുന്ന തരത്തിലായിരുന്നു ആ സ്പീച്ച്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്ര പശ്ചാത്തലം, ഇതെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായിട്ട് എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു, ഇസ്രായേലികളുടെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെടുന്ന, അവരെ പല രാജ്യങ്ങളിലേക്കും ചിന്നിച്ചിതറിപ്പോയി താമസിച്ചിരുന്ന ആ ഒരു കാലഘട്ടം, ഇതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഇസ്രായേലിനെ കുറിച്ച് വളരെ ഡീപ്പ് നോളജ് ഉള്ള തരത്തിലാണ് പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേലിൻ്റെ കെനസെറ്റിനെ അഡ്രസ്സ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇംപ്രസീവായിട്ട് ഇസ്രായേലികൾക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവസാനം ഐ ആം ഇസ്രായേൽ ഖൈ എന്ന് പറയുന്ന ആ ഒരു വാക്യത്തോടു കൂടിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. ശരിക്കും ഇസ്രായേലിൻ്റെ കെനസെറ്റിൽ ക്ലാപ്സ്, അപ്ലോസസ്, അപ്രിസിയേഷൻസ് ഇതെല്ലാം മിനിറ്റുകളോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Our strong partnership not only serves national interests but also contributes to global stability and prosperity. Let us ensure that the friendship between India and Israel remains a source of strength in an uncertain world. Am Israel Chai. Jai Hind. Thank you. ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം, അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ടൈമാണ്. ജർമ്മനി ഇന്നലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും ലെബനൻ്റെ ഉള്ളിൽ നിന്നും ജർമ്മൻ സിറ്റിസൻസ് ആരൊക്കെ ഉണ്ടോ എല്ലാവരും
അവിടെ നിന്ന് എത്രയും വേഗം പുറത്തേക്ക് വരണമെന്നുള്ള എമർജൻസി നോട്ടീസാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിതിൻ ദ നെക്സ്റ്റ് 24 hours ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും ലെബനന്റെ ഉള്ളിൽ നിന്നും ജർമ്മൻ പൗരന്മാർ നാട് വിടണം എന്നാണ് ജർമ്മനിയുടെ ഉത്തരവ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെബനാനും ഇസ്രായേലും തമ്മിൽ ഒരു ടെൻഷൻ റൈസ് ആകുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ പറഞ്ഞു വെക്കുന്നത്. ലെബനാന്റെ ഉള്ളിലെ ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ച നടക്കുകയാണ്. ജനീവയിൽ വെച്ചിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത്. ആസ് യൂഷ്വൽ നടക്കുന്ന ചർച്ചയാണ്, ഇതിൽ വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ നടക്കാനില്ല. അതുപോലെ തന്നെ എൻറിച്ച്മെന്റ്, യുറേനിയം എൻറിച്ച്മെന്റിന്റെ ഡിമാൻഡുമായിട്ട് അമേരിക്കയും അതുപോലെ ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ള നിലയിൽ ഇറാനും രണ്ടുപേരും സെയിം പിച്ചിൽ തന്നെയാണ് ചർച്ചയ്ക്ക് പോകാനിരിക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും പ്രതീക്ഷിക്കുന്നത് ഇത് പരാജയപ്പെടുമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇവാക്യുവേഷൻ നോട്ടീസ് ഒക്കെ പുറത്തു വരുന്നത്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ലെബനാൻ പറഞ്ഞിരിക്കുന്നത് അഥവാ ഇന്നത്തെ ചർച്ച പരാജയപ്പെടുന്നെങ്കിൽ അമേരിക്ക ലിമിറ്റഡ് അറ്റാക്ക് ആണ് ഇറാന്റെ മേലിൽ നടത്തുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ റെജീം ചേഞ്ച് മാതൃകയിലാണ് അമേരിക്കയുടെ ആക്രമണം, ആയത്തുൽ ഖമനയെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ രംഗത്തിറങ്ങുമെന്നാണ് ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിലും ഒരുപാട് ഫൈറ്റർ ജെറ്റുകൾ ഇന്നലെ തന്നെ വീണ്ടും കൊണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അമേരിക്ക. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ലെബനനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സിറ്റുവേഷൻ, മിഡിൽ ഈസ്റ്റിൽ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ഒരു രാത്രി താമസിക്കുന്നത്, 2 പകലും 1 രാത്രിയും. ഓൾറെഡി 25-ാം തീയതി അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 25-ാം തീയതി രാത്രി 25, 26 ആ നൈറ്റിൽ അവിടെ താമസിക്കുന്നുണ്ട്. 26-ാം തീയതി അവിടെ വീണ്ടും പല പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് 26-ന് വൈകുന്നേരമായിരിക്കും മടങ്ങുന്നത്. അപ്പോൾ അത്രയും സമയം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലുണ്ടാവും. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഏതാണ്ട് $8.6 ബില്യൺ വർത്ത് വരുന്ന എഗ്രിമെന്റുകൾ സൈൻ ചെയ്യും എന്നാണ് ഇപ്പം പ്രാഥമികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പുറത്തു വരാൻ ഒരു 2 ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ വിസിറ്റ് ചെയ്ത ഈ ഒരു പശ്ചാത്തലം, 2017 വിസിറ്റ് ചെയ്ത സമയത്ത് പാലസ്തീൻ വിസിറ്റ് ചെയ്തിട്ടാണ് ഇസ്രായേലിലേക്ക് പോകുന്നത്. പക്ഷേ ഇത്തവണ പോകുമ്പോഴത്തേക്കും ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിലേക്ക് തന്നെയാണ് പോകുന്നത്. പാലസ്തീൻ ഈ പിക്ചറിലില്ല. അതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ നെസറ്റിൽ സംസാരിച്ച സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദി ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേരെടുത്ത് പറയുകയുണ്ടായി. അതായത് ഇസ്രായേൽ നമ്മളെ പല യുദ്ധങ്ങളിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ പേരെടുത്ത് തന്നെയാണ് പറഞ്ഞത്. ഈ പേരെടുത്ത് പറഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ നെസറ്റിന്റെ ഉള്ളിൽ ക്ലാപ്സ് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും അവർ കോമൺ എനിമി എന്നുള്ള പോയിന്റിൽ പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ ഉറവിടമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പ്രധാനമന്ത്രി മറന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ക്ലിയർ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ഇസ്രായേലിനെയും കൂടി നമ്മൾ ആ ഡയറക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അതാണ് നമ്മുടെ എയിം. അതുപോലെ തന്നെ ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം, ഇസ്രായേലും ഇന്ത്യയും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തീവ്രവാദത്തിനെതിരെ, തീവ്രവാദികൾക്കെതിരെ പൊരുതി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവറി ഡേ വി ആർ ഫേസിങ് ചാലഞ്ചസ് ഫ്രം തീവ്രവാദികൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഇസ്രായേലിനും ആ ത്രെട്ട് ഉണ്ട്, ഇന്ത്യക്കും ആ ത്രെട്ട് ഉണ്ട്, എവറി ഡേ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ ഇന്ത്യ സന്ദർശനം ഇസ്രായേലിന് കൊടുക്കുന്ന ബൂസ്റ്റ് എന്താണ്? നെതന്യാഹുവിന് പൊളിറ്റിക്കൽ കരിയറിന് ഒരു ബൂസ്റ്റ് കൊടുക്കുന്നു, അത് വേറെ വിഷയം. പക്ഷെ അതിലുപരിയായിട്ട് ഇസ്രായേൽ തനിച്ചല്ല, 140 കോടി ജനങ്ങളുള്ള ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് നേഷൻ ഇസ്രായേലിനോടൊപ്പമുണ്ട്, തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് തീവ്രവാദത്തിനെ ചെറുക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് ഇസ്രായേൽ ഐസൊലേറ്റഡ് അല്ല എന്നുള്ളൊരു മെസ്സേജ്, ക്ലിയർ മെസ്സേജ് ഇസ്രായേലിന് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിസിറ്റാണ് ഇന്ത്യയുടെ വിസിറ്റ്. ഇസ്രായേൽ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ജിയോ പൊളിറ്റിക്കലി അവർക്ക് കിട്ടുന്ന ഒരു ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് രാജ്യം ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പലർക്കും പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. പക്ഷേ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടാണ്. ഇസ്രായേൽ ഇതിനെ അങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇസ്രായേൽ ഇതിനെ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ലാംഗ്വേജിലാണ്. ഇതാണ് അവരുടെ പേഴ്സ്പെക്റ്റീവ്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം, ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം വേറൊരു തലത്തിലാണ്. പക്ഷെ ജിയോ പൊളിറ്റിക്കലി ഇസ്രായേൽ ഇതിനെ നോക്കിക്കാണുന്നത് ഈ ഡയറക്ഷനിലാണ്. അതായത് ഇസ്രായേൽ യുദ്ധം നടത്തി എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ ഒതുക്കി വെച്ചിരിക്കുന്നു, ഇസ്രായേൽ ഐസൊലേറ്റഡ് എന്നുള്ള ഒരു വെസ്റ്റേൺ അജണ്ട ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ. ജർമ്മനിയൊക്കെ മേഴ്സ് ഫ്രെഡറിക് വന്നതിന് ശേഷമാണ് ചെറിയ രീതിയിൽ അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തിയത്. ഇപ്പോഴും നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇസ്രായേലോടൊപ്പം എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ അത്രമാത്രം റെഫ്യൂജികളുണ്ട്. ആ റെഫ്യൂജികളെല്ലാം തന്നെ പാലസ്തീനിയൻ അനുകൂലികളും ഫ്രീ പാലസ്തീൻ സംഘടനയിലെ മെമ്പേഴ്സും ഈ ഗൾഫ് മേഖലയിൽ നിന്നും ഈ മിഡിൽ ഈസ്റ്റ് ഭാഗത്തു നിന്നും റെഫ്യൂജികളായിട്ട് യൂറോപ്പിലേക്ക് ചേക്കേറി പോയ ആൾക്കാരാണ്. അവരെല്ലാം റോഡിലിറങ്ങി പ്രതിഷേധങ്ങൾ തുടങ്ങും.
അവിടെ സൈഡ് ബൈ സൈഡ് കടകളൊക്കെ അടിച്ച് പൊട്ടിക്കും. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ യൂറോപ്പിലെമ്പാടും രൂപപ്പെടും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു യൂറോപ്യൻ രാജ്യത്തിനും കമ എന്ന് പറഞ്ഞൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു സന്ദർശനം, ഇന്ത്യയുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഇസ്രായേലിന് വലിയ രീതിയിൽ ഗ്ലോബലി അവരുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളത് ഒരു ഡൗട്ടുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇസ്രായേലും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ ഓരോന്നായിട്ട് പുറത്തു വരും. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഉടനീളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ അടുത്ത വിഷയമായിട്ടുള്ള ഇറാന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ അസർബൈജാന്റെ ഭാഗത്തേക്ക്, ആ ഏരിയയിൽ തെഹ്റാനിൽ നിന്നും ആ ഡയറക്ഷനിലേക്ക് നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇറാൻ ഒരു ഡൗട്ട് ഉണ്ട്, അസർബൈജാന്റെ സൈഡിൽ അപ്രതീക്ഷിതമായിട്ട് ഇറാന്റെ ഉള്ളിലേക്ക് ആക്രമണ സാധ്യത കാണുന്നുണ്ട്. അതായത് അതിന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, ഞാൻ കാണിക്കുന്ന ഒരു മാപ്പ് നിങ്ങൾ കണ്ടോളൂ. 3 ദിവസങ്ങളിലായിട്ട് എടുത്ത ഇമേജ് ആണ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. 20-ാം തീയതി ഒരുപാട് ഫൈറ്റർ ജെറ്റുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, ഇവിടെ ഖത്തർ അൽ ഉദൈദ് എയർബേസിൽ. അത് ഇപ്പം നിലവിൽ 24-ാം തീയതി ആകുമ്പോഴത്തേക്ക് നോക്കൂ, വെറും 3-4 ഓയിൽ റീഫ്യൂവലിംഗ് ടാങ്കർ എയർക്രാഫ്റ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ അവർ റീലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതേസമയം സൗദി അറേബ്യയ്ക്കുള്ളിൽ ഫുള്ളി ലോഡഡ് ആണ്. സൗദി അറേബ്യയുടെ എയർബേസിൽ ഫുള്ളായിട്ട് അവർ ഫൈറ്റർ ജെറ്റുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഖത്തറിൽ നിന്നും അവർ എംറ്റി ആക്കിയിട്ടുണ്ട്. ഈ ഖത്തർ എംറ്റി ആക്കിയതിന്റെ പുറകിൽ രഹസ്യങ്ങൾ വേറെ ആയിരിക്കാം. യുദ്ധത്തിന്റെ ശൈലി അനുസരിച്ച് അവർ ഈ ഫൈറ്റർ ജെറ്റുകളെല്ലാം തന്നെ അവർ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വിവിധ എയർബേസുകളിലേക്ക്. ഏറ്റവും സ്ട്രെങ്തൻ ചെയ്ത് ജോർദാൻ എയർബേസിനെയാണ് അവർ കാണുന്നത്. ജോർദാൻ എയർബേസിലാണ് ജോർദാൻ എയർബേസിൽ നിന്നും ഇറാനെ ആക്രമിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പക്ഷേ എന്നാലും യൂറോപ്പിന്റെ സെർബിയ, സ്പെയിൻ, പോർച്ചുഗൽ, ഈ 3 രാജ്യങ്ങളെയാണ് അമേരിക്ക ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഡീഗോ ഗാർസിയയെ അമേരിക്ക യുദ്ധത്തിന് വേണ്ടി യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് UK പക്കൽ നിന്നും വന്നിട്ടുണ്ട്. ഞങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ബേസ് ഉപയോഗിച്ചോളാം എന്നുള്ള നിലയിലാണ് അമേരിക്ക തീരുമാനമെടുത്ത് മറ്റേ ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ അസർബൈജാൻ ത്രൂ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒന്നെങ്കിൽ അസർബൈജാന്റെ ഉള്ളിൽ നിന്ന് വരാം, ഇല്ലെങ്കിൽ അസർബൈജാന്റെ എയർ സ്പേസിലൂടെ വരാം. യൂറോപ്പിൽ നിന്നും ഇങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അതും പ്രത്യേകിച്ച് സെർബിയ സൈഡിൽ നിന്നൊക്കെ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റൂട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് നോട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ നോട്ടത്തിലൊന്നും ഒരു കാര്യമില്ല. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോട്ടം പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ആക്രമണങ്ങൾ നടക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ RC-135 എന്ന് പറയുന്ന സ്പൈ പ്ലെയിൻ 24/7 ഇറാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തലങ്ങും മേലങ്ങും ഡ്രോൺ വെച്ചും നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക. ഏതാണ്ട് 322 ഫൈറ്റർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റ് ഭാഗത്തുണ്ട്. 322, 100 150 ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഉടനീളം US-ന്റെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 322 ഫൈറ്റർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് അമേരിക്ക. 30,000 മുതൽ 40,000 സോൾജേഴ്സ് ഉണ്ട്. വൻ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഇപ്പം അടിക്കും നാളെ അടിക്കും എന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നെങ്കിലും ഇറാന്റെ മേളിൽ ആക്രമണം നടത്താനുള്ള ഭീഷണിയുമായിട്ട് അമേരിക്ക പടക്കോപ്പുകളും സന്നാഹങ്ങളൊക്കെ ഒരുക്കി റെഡി ആയിട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. അപ്പൊ രണ്ടിലൊരു തീരുമാനമാകാതെ ഇത്രയും സാമഗ്രികളെയും എടുത്തുകൊണ്ട് അമേരിക്ക പോവില്ല. ഒരു തീരുമാനം തീർച്ചയായിട്ടും വേണ്ടി വരും. അതായത് ഡീൽ, ഇറാനെ ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഡീലിൽ എത്തിയാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ആ ഡീലിൽ എത്തിയാൽ ഇറാന്റെ ഉള്ളിൽ വല്ലാത്തൊരു തിരിച്ചടിയും കൂടെ കിട്ടും നിലവിലത്തെ സർക്കാരിന്. അപ്പൊ അതുകൊണ്ട് അവരത്ര എളുപ്പത്തിൽ ഡീലിന് സമ്മതിക്കില്ല. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് അറ്റാക്കിലേക്ക് എത്തും. ആ ഒരു കോൺഫിഡൻസ് അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 322 ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് വെച്ചിരിക്കുന്നത്. വരുന്നുണ്ട്, എണ്ണവില കൂടുന്നുണ്ട്. ബാരലിന് $73-73 ഒക്കെ ആയിട്ടുണ്ട്. സൗദി അറേബ്യ അവരുടെ ഉൽപ്പാദനം ഇച്ചിരി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം കുറച്ച് എണ്ണ വിറ്റ് പൈസ ഉണ്ടാക്കി കളയാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇറാൻ ആണെങ്കിൽ 20.5 മില്യൺ ബാരൽ എണ്ണ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനർജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് എണ്ണ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. സിറിയയ്ക്കുള്ളിൽ ISIS-ന്റെ ആക്രമണങ്ങൾ കൂടുന്നുണ്ട്. ഇതിനു മുമ്പ് കുർദ് മേഖല കൃത്യമായിട്ട് ഈ കുർദുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ IS-കാരെയൊക്കെ ജയിലിൻ്റെ ഉള്ളിൽ അവർ അടച്ചു വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ കൃത്യമായിട്ട് ഇവരെ ഗാർഡ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ IS-ന്റെ ആക്രമണങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അഹമ്മദ് അൽ ഷഹറ അബു മുഹമ്മദ് ജലാനി പുള്ളിക്കാരൻ IS-ന്റെ ചൂടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ISIS-ന്റെ കയ്യിൽ നിന്ന് തന്നെ ഇയാൾക്കുള്ള പണി കിട്ടും, അത് ഉറപ്പാണ്. ISIS ആണല്ലോ ഇയാളുടെ ബേസിക് സംഘടന. അതിൽ നിന്നും വിഭജിച്ച് വന്നാണല്ലോ ഇയാൾ ഇപ്പോൾ പുതുതായിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തലപ്പത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നീ രാജാവായ ഉടനെ ഞങ്ങളെയൊക്കെ നീ തറയായിട്ട് കാണുന്നു എന്നുള്ള നിലയിൽ ഇവർ അടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ എവിടെയൊക്കെ ഡോട്ട് ഇട്ടിട്ടുണ്ടോ, റെഡ് കളറിൽ ഡോട്ട് ഉണ്ട്, ബ്ലാക്ക് കളറിൽ ഡോട്ട് ഉണ്ട്. ഈ ബ്ലാക്ക് കളറൊക്കെ കുർദുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ റെഡ് കളറെല്ലാം തന്നെ ISIS-കാരുടെ ആക്രമണങ്ങൾ നടന്ന സ്പോട്ടുകളാണ്. അപ്പോൾ ഇവിടെ ഈ കുർദുകളുടെ അഭാവത്തിൽ
അവർക്കിപ്പോൾ ആയുധമെടുത്ത് പോരാടാനുള്ള പെർമിഷൻ അല്ലല്ലോ. ഇപ്പോൾ HTS എല്ലാം നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ഭയങ്കര സൂപ്പർ ഹീറോസ് ആണ്, ഇവരെല്ലാത്തിനും തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സിറിയയ്ക്കുള്ളിൽ ISISന്റെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് 18 ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് സിറിയയ്ക്കുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ. ഇതിനി വർദ്ധിച്ചു വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയാണെങ്കിൽ ടാറ്റ ബൈ ബൈ സി യു, ഇനി സിറിയയായി ISIS ആയി, ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ നന്നായി വന്നാൽ ഞങ്ങൾ സഹകരിക്കും, നിങ്ങൾ നന്നായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒതുങ്ങി മാറിപ്പോവും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക പൊടിയും തട്ടി പോയിട്ടുണ്ട്. ഇനി ഇപ്പൊ ISISനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് അഹമ്മദ് അൽ ഷറയുടെ മാത്രം ചുമതലയാണ്. ഒന്നെങ്കിൽ ISISുമായിട്ട് പഴയ ISISകാരനാണല്ലോ, രണ്ടുപേർ ചേർന്ന് ഒരുമിച്ച് അങ്ങ് ഭരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പൊരുതാം. രണ്ടിൽ എന്ത് വേണമെന്നുള്ളത് അഹമ്മദ് അൽ ഷറയ്ക്ക് തീരുമാനിക്കാം. ഇതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് UN ഒരു റെഫറൻഡം അവതരിപ്പിച്ച സമയത്ത് മൊത്തം 193 രാജ്യങ്ങളാണ് UN മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ 107 രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി, 12 രാജ്യങ്ങൾ ഇതിനെ എതിർത്തു, 51 രാജ്യങ്ങൾ സോറി സാർ വി ആർ അൺഎബിൾ ടു അറ്റൻഡ് ദ ക്ലാസ് ടുഡേ, ഞങ്ങൾക്ക് സിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് ലീവ് വാങ്ങിച്ചു പോയി. അപ്പോൾ ഈ ലീവ് വാങ്ങിച്ചു പോയതിൽ ഇന്ത്യയും ഉണ്ട്. ഇന്ത്യയും ഈ 51 രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കാതിരിക്കുമോ, ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അവിടെ നിന്ന് മുങ്ങി. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയോടൊപ്പം ചേർന്ന് 51 രാജ്യങ്ങൾ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റെഫറൻഡം പാസ്സായിട്ടുണ്ട്. പക്ഷേ റഷ്യയും ഉക്രൈനും തീരുമാനിക്കണം യുദ്ധം അവസാനിപ്പിക്കണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട്. സെലൻസ്കി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുധങ്ങൾ വേണം, ഫ്ലമിംഗോ മിസൈൽസ് ഒക്കെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്, ഞാൻ എത്ര ഉണ്ട് എന്ന് നമ്പേഴ്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഫണ്ട് വേണം, അതുപോലെ ആയുധങ്ങൾ വേണം. യൂറോപ്പിനോട് എനിക്കൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ തരാനുള്ള ഫണ്ട് തന്നില്ല, 93 ബില്യൺ യൂറോ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ച്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, നിങ്ങൾ അമേരിക്കയ്ക്ക് പൈസ കൊടുത്ത് ആയുധങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പിടിച്ചേക്കാൻ പറ്റും, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ആക്രമണങ്ങൾ നടത്താൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഓയിൽ റിഫൈനറി അടിച്ചു പൊട്ടിച്ചത്, അതേപോലെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേണ്ടത് ഫണ്ടും ആയുധങ്ങളാണ് വേണ്ടത്. നിലവിൽ ഫ്ലമിംഗോ മിസൈൽസ് ഉണ്ട്, ഞാൻ കുറച്ച് പിടിച്ച് നിൽക്കാം, പക്ഷെ അതിനുള്ളിൽ നിങ്ങൾ ഇതെല്ലാം സംഘടിപ്പിച്ച് തരണമെന്നാണ് ഉക്രൈൻ്റെ സെലൻസ്കിയുടെ അഭ്യർത്ഥന. യൂറോപ്പ് വേണ്ട രീതിയിൽ സെലൻസ്കിയെ കേൾക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ ലെറ്റ് us see. അതേപോലെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടലും ചിറ്റലൊക്കെ ആയിട്ട് ആ ബോർഡർ ഏരിയയിൽ ഡൊറാൻറ്റ് ലൈൻ ആ ഏരിയയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ അമേരിക്ക പോലെയല്ല, ഇറാൻ്റെ മുന്നിൽ പടക്കോപ്പുകളൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച നടത്തുന്ന പരിപാടിയൊന്നും അഫ്ഗാനിസ്ഥാൻ ഇല്ല. അഫ്ഗാനിസ്ഥാൻ പറ്റിക്കത്തില്ല, തീർച്ചയായിട്ടും അവർ അടിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. 2-3 ദിവസത്തിനകത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒരുപാട് എഗ്രിമെന്റുകൾ സൈൻ ആകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.